യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66-67 വചനങ്ങൾ. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവൻ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ വന്നില്ല. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ഇതിനു മുമ്പ് ഒരിക്കലും ഈശോയിൽ നിന്ന് ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു വ്യത്യസ്ത പ്രതികരണം. മരുഭൂമിയിൽ 99 വിട്ടിട്ട് ഒന്നിനെ തേടിപ്പോകുന്ന ക്രിസ്തു സ്വഭാവത്തിന് ഇവിടെ എന്ത് സംഭവിച്ചു? കുറേയേറെ പേർ അവനെ വിട്ടുപോയി. അതിനുശേഷം സുവിശേഷത്തിൽ പിന്നെ ഇവരെ തേടി യേശു പോകുന്നതായി കാണുന്നില്ല. അത് പൊക്കോണ്ടിരിക്കുന്ന ആ വലിയ ജനക്കൂട്ടത്തെ കണ്ടിട്ട് ശിഷ്യന്മാരോടായി പറയുകയാണ്, നിങ്ങൾക്കും അവരുടെ കൂടെ പോകണോ? പോകൂ. ഗൗരവമായ വിഷയത്തിലേക്ക് വരുമ്പോൾ എണ്ണമല്ല പ്രധാനപ്പെട്ടത്, പിന്നെയോ ക്വാളിറ്റിയാണ്. സ്നേഹമുള്ളവരെ, എണ്ണത്തിലല്ല കഴമ്പിലാണ് കാര്യമിരിക്കുന്നത്. നിൻ്റെ വിശ്വാസത്തിൻ്റെ കഴമ്പ് എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നു, ആ വിശ്വാസത്തിൻ്റെ ആഴമനുസരിച്ച് മാത്രമേ നീ ക്രിസ്തുവിനോട് നിൽക്കാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഗൗരവമായ പ്രബോധനം യോഹന്നാൻ 6 പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ സമാപനത്തിലാണ് ഈ കൊഴിച്ചുപോക്ക്. പരിശുദ്ധ കുർബാന നമ്മുടെ ബുദ്ധിമണ്ഡലത്തിലേക്ക്, ശരീരത്തിലേക്കൊക്കെ സ്വീകരിക്കുന്നതിന് പരിമിതികളുണ്ടെന്ന് തിരിച്ചറിയുക. ഒരു തുണ്ട പപ്പക്കഷ്ണത്തിനുള്ളിൽ ഇതിൻ്റെ പിന്നിൽ വലിയ രഹസ്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ സ്നേഹവരെ ക്രിസ്തുവിലേക്ക് അടുക്കാൻ കഴിയുന്നില്ല, കൊഴിഞ്ഞുപോക്ക് ആരംഭിക്കുകയാണ്. കാരണം ഇത് പീഡാനുഭവത്തിലൂടെ നൊന്തെടുത്ത അപ്പമാണ്. ഒരപ്പക്കഷ്ണത്തിന് പരിശുദ്ധ കുർബാനയ്ക്ക് രൂപമെടുക്കാൻ സ്നേഹമുള്ളവരെ ഒരു കാലഘട്ടത്തിൻ്റെ, ഒരു മനുഷ്യായുസിൻ്റെ നനവും ഓർമ്മകളുമുണ്ട് എന്ന് ക്രിസ്തു ഓർമ്മിപ്പിക്കുക. അവൻ്റെ പെസഹ, പീഡാനുഭവ, ഉത്ഥാന രഹസ്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് പൊരുതൊണ്ട് പരിശുദ്ധ കുർബാനയിൽ അപ്പക്കഷ്ണത്തിൽ ഒളിച്ചിരിക്കുന്നത് എന്ന രഹസ്യം ചുരുളഴിക്കുമ്പോൾ ഈ രഹസ്യം ഗ്രഹിക്കാൻ കഴിയാത്തവർ പിന്മാറുകയാണ്. പോട്ടെ സ്നേഹമുള്ളവരെ, രഹസ്യം അറിയുന്നവർ, ഈ തിരു അപ്പത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം അറിയുന്നവർ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് നിൽക്കാൻ കഴിയും. ഇതാണ് എൻ്റെ അർത്ഥം. സ്നേഹമുള്ളവരെ, കൊഴിച്ചുപോക്ക് എണ്ണത്തിലല്ല, മറിച്ച് ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്ന മനോഹരമായ രംഗമാണിത്. അകലങ്ങളിലേക്ക് പോകാനല്ല, ക്രിസ്തു രഹസ്യം അറിഞ്ഞ് അടുത്ത് നിൽക്കാനുള്ള ഹൃദയവിശാലത, ആഴം, അർത്ഥം ജീവിതത്തിലുണ്ടാവട്ടെ. കൃപയുള്ളതാവട്ടെ ഇന്നത്തെ ദിവസം. ആമേൻ.